ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയിൽ നിന്ന് സിംഹത്തെ കാണാതെ പോയി. ചെന്നൈയിലെ വണ്ടല്ലൂർ മൃഗശാലയിൽ നിന്ന് കാണാതായ സിംഹത്തിനായി തിരച്ചിൽ തുടരുകയാണ്. ഷേരു എന്ന 6 വയസ്സുള്ള സിംഹത്തെ 4 ദിവസമായി അധികൃതർ തിരയുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലയായ ചെന്നൈയിലെ വണ്ടല്ലൂർ മൃഗശാലയിൽ നിന്നാണ് സിംഹത്തെ കാണാതാവുന്നത്. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ. മൃഗശാലയുടെ സഫാരി മേഖലയിൽ ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരുന്നുണ്ട്. അരിഞ്ഞർ അണ്ണ മൃഗശാലയിലെ സഫാരി മേഖലയിലേക്കാണ് സിംഹത്തെ തുറന്നുവിട്ടത്. ബംഗളൂരു മന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ നിന്ന് 3 വർഷം മുൻപാണ് ഷേരുവിനെ എത്തിച്ചത്. വ്യാഴാഴ്ച ആദ്യമായി തുറന്നുവിട്ടതിന് പിന്നാലെ കാണാതാവുകയായിരുന്നു. രാത്രി ഭക്ഷണ സമയമാകുമ്പോൾ തിരിച്ചെത്തുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മൃഗശാലയ്ക്കുള്ളിൽ 20 ഹെക്ടർ വരുന്ന സ്വാഭാവിക വനഭൂമിയാണ് സഫാരിക്കായി ഉപയോഗിക്കുന്നത്. തുറന്നുവിടുന്ന മൃഗങ്ങളെ സന്ദർശകർക്ക് വാഹനത്തിൽ പോയി അടുത്തു കാണാം. 2 സിംഹങ്ങളാണ് ഒരു സമയം ഇവിടെ ഉണ്ടാവുന്നത്. നേരത്തെ സഫാരിക്ക് ഉപയോഗിച്ചിരുന്ന സിംഹത്തിന് പ്രായമായതോടെ ഷേരുവിനെ തുറന്നുവിടാൻ തീരുമാനിക്കുകയായിരുന്നു. പുതിയ സ്ഥലവുമായി പരിചയമാകാത്തതാണ് സിംഹം തിരികെ എത്താനുള്ള കാരണമായി മൃഗശാല അധികൃതർ പറയുന്നത്. കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്ത് ഒളിച്ചിരുന്നാൽ കണ്ടെത്താൻ പ്രയാസമാകും. സഫാരി മേഖല 15 അടി ഉയരമുള്ള ഇരുമ്പു കമ്പിവേലി കൊണ്ട് സുരക്ഷിതമാക്കിയതാണ്. സിംഹത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെങ്കിലും മൃഗശാലയോട് ചേർന്നുള്ള കോലാപ്പാക്കം, നെടുങ്ക്രണ്ടം, ആലപ്പാക്കം, സദാനന്ദപുരം, ഒട്ടേരി, കീലമ്പാക്കം പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. സിംഹത്തെ കാണാതായ സാഹചര്യത്തിൽ മൃഗശാലയിലെ സഫാരി മേഖല അടച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.